കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്തിമ കുറ്റപത്രം 2 ആഴ്ചയ്ക്കകം. അസിസ്റ്റന്റ് ഡയറക്ടർ നിർമ്മൽ കുമാർ മോച്ചയുടെ നേതൃത്വത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കുന്നത്. തൃശൂർ ജില്ലയിലെ 2 മുതിർന്ന CPIM നേതാക്കൾ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് വിവരം. സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സഹിൻ, കരുവന്നൂർ കേസ് CPMന് വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കിയ കേസാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇതിന്റെ പ്രതിഫലനം CPM ഏറ്റുവാങ്ങിയിരുന്നു. ഇതിന്റെ ക്ഷീണം അനുഭവിച്ചതാണ് CPIM. ഇപ്പോൾ കുറ്റപത്രം തയ്യാറാകുന്നു. ആരൊക്കെ പ്രതിപട്ടികയിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സഹിൻ, ലക്ഷ്മി, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്തിമ കുറ്റപത്രമാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും. അസിസ്റ്റന്റ് ഡയറക്ടർ നിർമ്മൽ കുമാർ മോച്ചയുടെ നേതൃത്വത്തിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 CPM നേതാക്കൾ കൂടി ഈ അന്തിമ കുറ്റപത്രത്തിൽ പ്രതി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ അന്തിമ കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ നേരത്തെ ഹൈക്കോടതിയിലെ വിമർശനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഉണ്ടായിരുന്നു കുറ്റപത്രം വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതീവ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. ഇപ്പോൾ അന്തിമ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി, കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം തയ്യാറാക്കുന്നു. 2 CPM നേതാക്കൾ, തൃശൂർ ജില്ലയിലെ CPM നേതാക്കൾ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് വിവരം. മുതിർന്ന CPM നേതാക്കൾ തന്നെ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് വിവരം. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.